ഹലോ ഗെയ്സ്, ഇന്നങ്ങനെ ഒരു പൈപ്പ് മേടിക്കാൻ ഇറക്കമാണ്. ഇതാ ഇവിടം വരെ എത്തി. പൈപ്പ് കിട്ടിയില്ല, ഷോപ്പ് അടച്ചു പോയി. അങ്ങനെ എന്നാൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് പല സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ പോരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര തിരക്ക്, മുടിഞ്ഞ തിരക്കായിരുന്നു. അപ്പോൾ ഞാനൊരു ഇത്തിരി കിട്ടിയ സ്ഥലത്ത് ഇതാ ഇടയിലോട്ട് കുത്തി കയറ്റിയൊക്കെ കൊണ്ട് ഒതുക്കിക്കൊണ്ട് നിർത്തി. എവിടെ ഒതുക്കി ഇട്ടാലും നിൽക്കത്തില്ല, കാരണം നീളം വണ്ണവും വലിപ്പവും കാരണം. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറ്റി തന്നെ ഇട്ടു. നല്ല തിരക്കായിരുന്നു നിന്നപ്പോൾ തന്നെ കേട്ടോ. ഇതാണ് നമ്മളുടെ ബോസ് വില്ല റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ അവിടുത്തെ ആംബിയൻസാണ് നമ്മളെ വീണ്ടും 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 അങ്ങോട്ട് അടുപ്പിക്കുന്നത്. പിന്നെ നല്ല ഹൈജീൻ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റും. ഇതാണ് ഇന്നത്തെ ബാർബിക്യൂ, അൽഫാം, ഗ്രിൽ ഫിഷ്, സീ ഫുഡ് പ്ലേറ്റർ, ഇതെല്ലാം അറേബ്യൻ ഫീസ്റ്റ്, എന്തൊക്കെ സംതിങ് വായിക്കൊള്ളാത്ത ഒരുപാട് പേരുകളുണ്ട് അവിടെ. ഇന്നത്തെ സ്പെഷ്യൽ അതാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാ ടേബിൾസും ഫുള്ളായിരുന്നു, ഒരു ടേബിൾ പോലും ഒഴിവില്ല, അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ആ കയറിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് അവരൊരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിങ്ങനെ ഇവർ നേരത്തെ കണ്ടവർ എല്ലാം ബർത്ത്ഡേ ആയിട്ട് കേക്ക് കട്ടിങ്ങും അങ്ങനെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വന്നവരും, അതുപോലെ എന്താ പറയുക ഇപ്പം ഇറങ്ങി വരുന്ന അവരെന്ന് വെച്ചാൽ അത് വേറൊരു ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടു, എല്ലാവരോടും സംസാരിച്ചു. ഇന്നത്തെ ദിവസം തന്നെ എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് ഉണ്ട്. ഈ സ്പോട്ട് എൻ്റെ പൊന്നുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെൽഫി സ്പോട്ടാണ്. അവളുടെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട്. ഇന്നിപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സൊന്നും അല്ലാത്തത് കാരണം പോരെങ്കിൽ അതാണെങ്കിൽ എവിടെയോ കുരുങ്ങി അത് കീറുകയും ചെയ്തു. കീറയല്ല, അതിൻ്റെ സ്റ്റിച്ച് വിട്ടതായിരുന്നു. ഇവർ ഗിരിധറിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. ഈ നമ്മളുടെ വിനായകും ഷെഫിനും ഇവരെല്ലാവരും കൂടിയാണ് നാളെ തൊട്ട് ഇവിടെ എന്താ പറയുക മ്യൂസിക് പ്ലേ ചെയ്യുന്നവർ. അങ്ങനെ കൊച്ചോർത്തനം പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മളുടെ കോഫിയല്ല കട്ടൻ കാപ്പിയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ പ്ലേറ്റർ വന്നു. പ്ലേറ്ററിൽ ഫിഷ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പീസ് അൽഫാം, പിന്നെ എന്താണ് തന്തൂരി റൊട്ടി ഉണ്ടായിരുന്നു, പിന്നെ തിക്ക കബാബ്, പിന്നെ കുറച്ച് സാലഡ്, പിന്നെ റൈസ് നമ്മൾ കഴിച്ചില്ല, തീരെയും കഴിച്ചിട്ടുണ്ടായില്ല. അത് അങ്ങനെ തന്നെ തിരിച്ച് കൊണ്ടുപോയി, തീരെ കഴിച്ചില്ല. മയണൈസും അധികം അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഓരോ പീസ് തിക്ക, എനിക്കൊരെണ്ണം അവക്കൊരെണ്ണം, എല്ലാം എനിക്കൊരെണ്ണം അവക്കൊരെണ്ണം, അത്ര തന്നെയാണ്. നമ്മൾ ഓവറായിട്ട് വേണ്ട. ഇത് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഭയങ്കരമാണ്. ഇത് തന്നെ നമുക്ക് ഒരു ദിവസത്തെ ഫുഡാണ്. ഞാൻ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ പൊന്നുവിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എന്നെ എത്രയോ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു വാവ, എൻ്റെ കുഞ്ഞു പൊന്നുവിനെ പോലെ തോന്നുന്ന പഴയ ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെ എൻ്റെ ദിവസം ഏറ്റവും കൂടുതൽ എനിക്ക് ഹാപ്പിനെസ് തന്നതാണ്. നമ്മളുടെ എല്ലാവരും ദിവസം അവിടെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞാനിങ്ങനെ അവർ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും അവൾ മാറി അങ്ങനെ എത്രയോ മണിക്കൂർ പോയതുപോലും അറിഞ്ഞില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ ഫിനിഷ് ചെയ്തു. ഇന്നത്തെ നമ്മളുടെ ഈവനിങ് ഭയങ്കര മനോഹരമാക്കിയതാ റൂഹ് മോളാണ്. നമ്മളുടെ ഈവനിങ് ഭയങ്കര അടിപൊളിയാക്കിയത്. ക്യൂട്ട് ബേബി എന്ന് പറഞ്ഞേ. ക്രിസ്റ്റിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി വേണ്ട, തിരിച്ചു കൊടുത്തില്ലേ? ശരിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജ്യൂസും കുടിച്ച് പൊന്നോടങ്ങ് വിടാൻ തോന്നില്ല കുഞ്ഞുമാവേനെ. ശരിക്കും അങ്ങോട്ട് പോകാൻ തോന്നിയത് എന്ത് കൊണ്ട് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നി. അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു എന്നുള്ളതാണ്. അവരെ നമ്മൾ യാത്രയാക്കി നമ്മളുടെ ഫ്ലാറ്റിലോട്ട് തിരിച്ചെത്തി. ഇന്നലെ രാത്രി തൊട്ട് ഹൈ BP ആയിരുന്നു. ഇന്ന് ഏകദേശം 3-4 മണി